പൊട്ടിത്തെറിക്കാൻ പോയില്ലേ? കൊല്ലാൻ നോക്കിയില്ലേ? 50 തവണയല്ലേ വെടിയുതിർത്തത് ഓസ്ട്രേലിയയിലെ സിഡ്നിയില്? അവരിവനെയൊക്കെ എന്ത് ചെയ്തിട്ടാ? 6-ാം നൂറ്റാണ്ടിന്റെ പുസ്തകത്തിൽ പറഞ്ഞ അന്യമത വിരോധം ഒന്നുകൊണ്ടു മാത്രം അമുസ്ലിങ്ങളെ ഇല്ലാതാക്കണം. ഈ അമുസ്ലിങ്ങളാണ് നമുക്ക് തടസ്സമായി നിൽക്കുന്നത്. തീവ്രവാദിയായിട്ടുള്ള വാപ്പയും മോനും കൂടി ചേർന്ന് ഈ രാജ്യത്തിന് അസ്ഥിവാരം തോണ്ടാൻ ശ്രമിക്കുന്നതിന് പകരമാണ് ഇന്ത്യൻ പാസ്പോർട്ട് ഉപയോഗിച്ചിട്ട് വിദേശ യാത്രകൾ നടത്തിയ ഒരു വാപ്പയും മോനും, സാജിദ് അക്രം, നവീദ് അക്രം. ഇവന്മാരെ കുറിച്ച് ഇവന്മാരുടെ വീട്ടുകാർക്ക് പോലും ഇവന്മാരുടെ തീവ്രവാദത്തെ കുറിച്ചിട്ടൊന്നും അറിയത്തില്ലായിരുന്നെന്നാണ് പറയുന്നത്. ശരി, ഈ അപ്പൻ തീവ്രവാദിയും മകൻ തീവ്രവാദിയും ഇതിന് പിന്നിൽ പ്രവർത്തിച്ച പള്ളിയിലെ മൊല്ലമാര്, മതപണ്ഡിതന്മാര്, ഉസ്താദുമാര്. കാരണം എന്താണെന്നറിയാമോ? അവരുടെയും ലക്ഷ്യം കുറച്ച് കാഫിറുകൾ തകരുക എന്നതാണ്. കുറച്ച് കാഫിറുകളെ കൊന്നൊടുക്കുക എന്നതാണ് ഉസ്താദുമാരുടെയും ലക്ഷ്യം. അത് തന്നെയാണ് 6-ാം നൂറ്റാണ്ടിന്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നതും. ആ മുസ്ലിങ്ങളെ ഇല്ലാതാക്കണമെന്ന് തന്നെയാണ്. ആ കാഫിറുകളുടെ ഉന്മൂലനം സ്വപ്നം കണ്ടിട്ടാണ് ഇവരിറങ്ങി തിരിച്ചത്. ഇപ്പോ നമ്മുടെ ചെങ്കോട്ടയിൽ പൊട്ടിത്തെറിക്കാൻ വേണ്ടി തയ്യാറായിട്ടുള്ള കുറച്ച് ആളുകളെ പൊക്കിയല്ലോ. അതിനകത്ത് ഒരു ഹൂറിപ്പെണ്ണും ഉണ്ടായിരുന്നല്ലോ. ഇവരുടെ ലക്ഷ്യം എന്തായിരുന്നു? ഇവർ പൊട്ടിത്തെറിക്കുന്നതിന് തൊട്ടു മുമ്പ് ഒരു പള്ളിയിൽ കയറി മതപുരോഹിതനെയാണ് കണ്ടത്. ഇവർ ആയുധങ്ങൾ സൂക്ഷിക്കുന്നത് എവിടെയാ? മാരകമായിട്ടുള്ള സ്ഫോടക വസ്തുക്കൾ സൂക്ഷിക്കുന്നത് എവിടെയാ? പള്ളികളിലാ, മദ്രസകളിലാ. UP-യിൽ അത് പിടിക്കപ്പെട്ടു. റെയിൽവേ ട്രാക്കുകളിലൊക്കെ അപകടകരമാം വിധം ഓരോ സാധനങ്ങൾ കൊണ്ടുവച്ച് റെയിൽപാളത്തിന്റെ കമ്പികൾ ഊരിവെച്ച് റെയിൽപാളം തകർക്കാൻ ശ്രമിച്ചപ്പോൾ CC ക്യാമറകൾ വെച്ച്, ഡിജിറ്റൽ ക്യാമറകൾ വെച്ച് ഇത് എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ യോഗി ആദിത്യനാഥ് ഒരു സംഘത്തെ നിയോഗിക്കുന്നു. ചെന്ന് നിന്നത് മദ്രസയിലാണ്. എന്താണ് ഇവരുടെ ലക്ഷ്യം? അതെ, ഈ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറഞ്ഞാല് ക്യാൻസർ ആണെന്ന് പറയാമല്ലോ, നിങ്ങൾക്കറിയാമല്ലോ. മുഴുവൻ നടുക്കിക്കൊണ്ടാണ് ഓസ്ട്രേലിയയിലെ സിഡ്നിയിൽ യഹൂദന്മാരുടെ ഹനുക്ക ഉത്സവ ആഘോഷത്തിനിടയിലേക്ക് ഇസ്ലാമിക തീവ്രവാദികളായ ഒരു അപ്പനും മകനും തോക്കുമായി വന്ന് ആക്രമണം നടത്തിയത്. 16ഓളം നിരപരാധികളെ കൊന്നുതള്ളിയ ആ ഭീകരാക്രമണത്തെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണങ്ങൾ പുരോഗമിക്കുന്നതിനിടയിൽ പുറത്തു വരുന്നത് പ്രതികളുടെ ഇന്ത്യൻ വേരുകളും ആഗോള ഇസ്ലാമിക ഭീകര സംഘടനയായ ഇസ്ലാമിക് സ്റ്റേറ്റുമായുള്ള ബന്ധവുമാണ്. ആഗോള വ്യാപകമായി നിലനിൽക്കുന്ന ആന്റി സെമിറ്റിക് അജണ്ടകൾക്കൊപ്പം ഹമാസ് എന്ന ഇസ്ലാമിക ഭീകരക്കൂട്ടത്തെ കൂടോടെ കത്തിച്ച ഇസ്രായേൽ എന്ന രാജ്യത്തോട് ആഗോള ഇസ്ലാമിക തീവ്രവാദികൾ മനസ്സിൽ സൂക്ഷിക്കുന്ന കടുത്ത പക കൂടെ ചേർന്നപ്പോൾ പരിധിക്ക് മുകളിലേക്ക് ജൂതവിരോധം ആളിക്കത്തിയത് തോക്കുമായി ഇറങ്ങിയ ആ തീവ്രവാദിക്കും പുത്രനും മാത്രമായിരുന്നില്ല, മറിച്ച് ഓസ്ട്രേലിയയിലെ ഇസ്ലാമിക പണ്ഡിതന്മാരും ഇമാമുമാരും അടക്കമുള്ള എല്ലാവരുടെയും മനസ്സിൽ മൂത്ത പഴുത്ത വ്രണമായി ജൂതവിരോധം മാറിയിരിക്കുന്നു എന്ന കാര്യം ഉറപ്പിച്ചു. നീയാണ് വന്നത് എന്ന് ഞാൻ എങ്ങനെ അറിയാം? ഞാനിവിടെ പേടിച്ചിരിക്കുക, ആരാ തുറന്നത് എന്നറിയാതെ. അള്ളാഹുവിന്റെ ശത്രുക്കൾക്കെതിരായ ജിഹാദിനെ മഹത്വവൽക്കരിച്ചുകൊണ്ട് അവർ നടത്തുന്ന പീക്ക് ലെവൽ. കാരണം ഈ പുസ്തകത്തിൽ എന്താണുള്ളത് ഞാൻ പറഞ്ഞില്ലേ. 1985-86 ഡൽഹിയിലെ മെട്രോപൊളിറ്റൻ കോടതിയിൽ ഒരു വിധി വരുന്നു. ZS ലോഹത്ത് ജഡ്ജി വിധിക്കുക, ലോകത്തുള്ള സകലമാന കൊള്ളകൾ, കൊലകൾ, ബലാത്കാരങ്ങൾ, പ്രതിഷേധങ്ങൾ, വർഗീയ കലാപങ്ങൾ, യുദ്ധങ്ങൾ, കെടുതികൾ, ഇതെല്ലാത്തിനും കാരണം
6-ാം നൂറ്റാണ്ടിലെ ഖുർആൻ എന്ന് പറയുന്ന പുസ്തകമാണെന്ന് അന്ന് വിധിച്ചതാ. ഈ പുസ്തകം എങ്ങനെയാണ് ദൈവികമാകുന്നത് എന്നാണ് ജഡ്ജ് ചോദിച്ചത്. ആ 86 കഴിഞ്ഞ് ഇന്ന് വർഷങ്ങൾ ഇത്രയായിട്ടും ഇന്നുവരെ അതിനെതിരെ ഒരു അപ്പീലിന് പോകാൻ പോലും ഒരൊറ്റ മുസ്ലിം പുരോഹിതന്മാർക്കും സംഘടനക്കാർക്കും ധൈര്യമുണ്ടാകാതിരുന്നത് ഈ കിതാബ് എന്താണ് എന്നറിയുന്നത് കൊണ്ട് തന്നെയാണ്. ഈ കിതാബിലെ ജൂതവിരോധവും കൂടിയായപ്പോൾ അവന്മാർക്ക് കുറച്ചും കൂടി എൻലൈറ്റനിങ് ആയി. ഒരു മതേതര സമൂഹത്തില് ഒരു അബ്ദുൽ നാസർ മദനിയെ ഇറക്കി വിട്ടാൽ എങ്ങനെയുണ്ടാകും? അതിനേക്കാൾ അപകടകരമാം വിധം ഈ തീവ്രവാദികളുടെ ഉള്ളിലേക്ക് ഈ ഖുർആനും കൂടി അങ്ങോട്ട് ഇറക്കി വിട്ടപ്പോൾ പൊളിച്ചു. ജൂതവിരോധ പ്രഭാഷണങ്ങളും പ്രസ്താവനകളും അടങ്ങിയ ക്ലിപ്പുകളുടെ ഒരു സമാഹാരം തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇപ്പോൾ يا قوي يا عزيز يا متين اللهم احصهم عددا واقتلهم بددا ولا تبقي منهم احدا. പാലസ്തീന് വേണ്ടി ജിഹാദ് നടത്തുവാൻ തങ്ങൾക്ക് ആരുടെയും അനുവാദം ആവശ്യമില്ല എന്നും ISSന്റെയും അൽഖ്വയ്ദയുടെയും പാതകൾ ഇസ്ലാമിക രാഷ്ട്രത്തെയും പ്രതിനിധീകരിക്കുന്നതാണെന്ന് മൂന്നി പറയുന്ന പ്രഭാഷണങ്ങളിൽ മുഴുവനും ജൂതന്മാർക്കും അവിശ്വാസികൾക്കും ഇസ്ലാമിന്റെ ശത്രുക്കൾക്കുമെതിരെ വ്യക്തിപരമായി ജിഹാദ് നടത്തുവാൻ തങ്ങളുടെ ആളുകളോട് പണ്ഡിതന്മാരും ഇമാമാരും നാളുകളായി ആഹ്വാനം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നിരപരാധികളായ ഇസ്ലാമിക വിശ്വാസികളെ വഴിതെറ്റിച്ച് ഭീകരതയുടെയും ജിഹാദിന്റെയും പാതയിലെത്തിക്കുന്നതിന്റെ മൂല കാരണങ്ങൾ ഇവിടെ വ്യക്തമായി മനസ്സിലാക്കാം. 2021 മെയിൽ ഗാസയിൽ നടന്ന സംഘർഷത്തിൽ പാലസ്തീനികളെ പിന്തുണച്ച് സിഡ്നിയിൽ നടന്ന ഹിസ് ഉദ് തഹ്രീർ റാലിയിൽ ഒരു ഇസ്ലാമിക പ്രഭാഷകൻ പറഞ്ഞത്, ഓ അല്ലാഹുവേ, ആ ദുഷ്ടന്മാരായ ജൂതന്മാരുടെ കഴുത്ത് ഞങ്ങൾക്ക് തരുമെന്നായിരുന്നു. മുഹമ്മദിന്റെ സൈന്യം തിരിച്ചു വരുമെന്നും ജൂതന്മാരെ നശിപ്പിക്കുമെന്നും റാലിയിൽ പറയുന്നത് ഹിസ്ബ് മീഡിയ യൂട്യൂബ് ചാനലിൽ പോസ്റ്റും ചെയ്തിരുന്നു. 2023 നവംബർ 24 സിഡ്നി റൊസ്ലാൻസ് മോസ്കിൽ നടന്ന വെള്ളിയാഴ്ച പ്രഭാഷണത്തിൽ ഓസ്ട്രേലിയൻ ഇസ്ലാമിക പണ്ഡിതനായ കമാൽ അബു മറിയം പറഞ്ഞത്, ചരക്കുകളും ആയുധങ്ങളും കൊണ്ടുപോകുന്ന ക്യാരവാനുകളെ ആക്രമിക്കുന്ന പ്രവാചകൻ മുഹമ്മദിൽ നിന്നും മുസ്ലിമുകൾ പാഠം പഠിക്കണമെന്നും കൊള്ളക്കാരായ സയനിസ്റ്റ് ക്രിമിനലുകളെ എണ്ണുക, ഒന്നൊന്നായി കൊല്ലുക, അവരെ ഒരാളെ പോലും ജീവനോടെ അവശേഷിപ്പിക്കരുത് എന്നുമായിരുന്നു. റൊസ്ലാൻ മോസ്കിന്റെ യൂട്യൂബ് അക്കൗണ്ടിൽ ഈ പ്രസംഗം തത്സമയം സംപ്രേഷണം ചെയ്യുകയും ചെയ്തിരുന്നു. 2023 ഡിസംബറിൽ ഓസ്ട്രേലിയൻ ഇസ്ലാമിക പ്രഭാഷകൻ ഒമർ നസ്രീൻ പ്രസംഗിച്ചത് ജൂതന്മാർ പ്രശ്നമാണെന്നും അല്ലാഹു ശപിച്ച ജനതയാണെന്നുമാണ്. ഓസ്ട്രേലിയൻ ഇസ്ലാമിക പണ്ഡിതനായ ഇസ്മായിൽ അൽ ബഹ്വ 2020 ജനുവരി 24 വെള്ളിയാഴ്ച പറഞ്ഞത്, പ്രവാചകൻ മുഹമ്മദ് നബി പ്രവചിച്ചതുപോലെ ഇസ്ലാം റോം കീഴടക്കുമെന്നും പാലസ്തീൻ സ്വതന്ത്രമാകുമെന്നും മോസ്കോയും കീഴടക്കുമെന്നുമാണ്. ഹിസ്ബു തഹ്രീന്റെ ഉടമസ്ഥതയിലുള്ള ഒരു യൂട്യൂബ് ചാനലായ SD മീഡിയയിലാണ് ഈ പ്രഭാഷണം അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ വർഷങ്ങളായി ഓസ്ട്രേലിയയിൽ ഇസ്ലാമിക പ്രഭാഷണങ്ങളാണ് തുടർച്ചയായി മുഴങ്ങുന്നത്. ജൂതന്മാർ ഓസ്ട്രേലിയയിൽ ആക്രമിക്കപ്പെടുന്ന അവസ്ഥയിൽ കൊണ്ടെത്തിച്ചതും ഇത് തന്നെയാണ്. അതിന്റെ ഒടുവിലത്തെ പതിപ്പാണ് ഇന്ത്യൻ വംശജനായ അപ്പനും മകനും കൂടി സിഡ്നി ബോണ്ടി ബീച്ചിൽ നടത്തിയ ജൂത കൂട്ടക്കൊല. നമ്മുടെ നാട്ടിലും ഇത്തരം വിദ്വേഷ വീഡിയോകൾ സോഷ്യൽ മീഡിയകളിലൂടെ കാലാകാലങ്ങളിൽ പുറത്തു വരുന്നുണ്ട്. സ്വകാര്യ സമ്മേളനങ്ങളിൽ വേറെ പല ആഹ്വാനങ്ങളും നടക്കുന്നുമുണ്ടാകാം. അവയെല്ലാം സായുധ ജിഹാദായി പരിണമിക്കുന്ന കാലം വിദൂരമല്ല. ഇതൊക്കെ പറയാൻ ആരെങ്കിലുമൊക്കെ വേണ്ടേ? 6-ാം നൂറ്റാണ്ടിലെ ഒരു ഗോത്ര കൊള്ളക്കാരനായിട്ടുള്ള സാധാരണക്കാരൻ അധ്വാനിച്ചു വച്ചിരിക്കുന്നതൊക്കെ കൊള്ളയടിച്ച് എണ്ണമറ്റ ഭാര്യമാർക്ക് തിന്നാൻ കൊടുത്തിരുന്ന, അവരെ സംരക്ഷിച്ചു പോന്നിരുന്ന ഒരു കൊള്ളക്കാരന്റെ ചര്യ പിൻപറ്റി ഇവരിന്ന് വിളിച്ചു പറയുവാണ് മുഹമ്മദിന്റെ സൈന്യം വരുന്നുണ്ട് എന്ന്. ഇത് ആളുകൾക്ക് മനസ്സിലായി. നിങ്ങളിനിയും എത്ര തന്നെ ഒളിച്ചു വച്ചിരുന്നാലും ശരി, ആ ഖുർആനിലെ തീവ്രവാദത്തിന്റെ പരിമളം സ്പ്രെഡാകും. അന്യമത വിദ്വേഷം, ഈ കൊള്ളയടിയും കൊലപാതകങ്ങളും ലോകത്തിന്റെ നിലനിൽപ്പിന്, മനുഷ്യന്മാരുടെ സമാധാനത്തിന് അപകടകരമാണ്. അതുകൊണ്ടാണ് ലോകരാജ്യങ്ങൾ പോലും ഇസ്രായേലിനെ പിന്തുണച്ചു കൂടെ നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഇനിയും ഇവർക്ക് ആരെയൊക്കെ കയ്യിലെടുക്കാൻ പറ്റിയിരുന്നാലും ശരി, ഇസ്രായേലിനെ ഇവർക്ക് കിട്ടില്ല. കാരണം നെതന്യാഹുവിനോട് ഇവരുടെ ഒരു തന്ത്രവും പറ്റില്ല. വാപ്പയും മകനും ചേർന്ന് ഒരു നാടിനെ ഇല്ലാതാക്കാൻ,
നിസ്സഹായരായിട്ടുള്ള പാവം ഒരു വിഭാഗം ജനതയെ ഇല്ലാതാക്കാൻ ഹൂറികളുമായി കളിക്കുന്നതും സ്വപ്നം കണ്ട് ഒരു വാപ്പയും മോനും ഇറങ്ങി. നിർഭാഗ്യവശാൽ വാപ്പയ്ക്ക് മാത്രമേ 72 ഹൂറികളുമായിട്ട് കളിക്കാൻ പറ്റുള്ളൂ. മോനിപ്പോൾ കോമയിലാണ്, ഉണർന്നു എന്നൊക്കെ കേൾക്കുന്നുണ്ട്. ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്ന് ഇമാമുമാരെ പല രാജ്യങ്ങളിലെയും നാടുകളിലേക്ക് വിളിച്ചു വരുത്തി വിസയും കൊടുത്ത്, ഗോൾഡൻ വിസ അല്ലേ ഇതൊക്കെ കൊടുത്ത് ആദരിച്ചു വിടുന്ന ഓസ്ട്രേലിയ പോലെയുള്ള രാജ്യങ്ങൾ ഇതർഹിക്കുന്നു എന്ന് പറയാതെ വയ്യ. പക്ഷേ ഇവിടെയും ഒരു വിഷയമുണ്ട്. ഈ മരിച്ചുപോയവരിൽ, കൊല്ലപ്പെട്ടവരിൽ നാളത്തെ ഡോക്ടറും എഞ്ചിനീയർമാരും ഒക്കെ ഉണ്ടെങ്കിലോ, നാളത്തെ പ്രൊഫസർമാരൊക്കെ ഉണ്ടെങ്കിലോ, അതിനിപ്പോ ആര് കണ്ടെത്തും എന്നുള്ളതൊരു വിഷയമാണ്. ആര് അവർക്ക് വേണ്ടിയിട്ട് ആര് കരയും?